ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെട്രോയെക്കുറിച്ച് പറയുകയാണ്. മെട്രോ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ കൊൽക്കത്ത മെട്രോയാണ്. വർഷം 1984. ഫസ്റ്റ് മെട്രോ ഓഫ് ഇന്ത്യ. ആൻസർ കൊൽക്കത്ത മെട്രോ, ഇയർ 1984. അതുപോലെ തന്നെ നമ്മ മെട്രോ എന്നറിയപ്പെടുന്ന മെട്രോ ഏതാണ്? ബംഗളൂരു മെട്രോയാണ്. ബംഗളൂരു മെട്രോ ഈസ് നോൺ ആസ് നമ്മ മെട്രോ. അതുപോലെ തന്നെ മൊബൈൽ ടിക്കറ്റിംഗ് സംവിധാനം ആരംഭിച്ച ആദ്യത്തെ മെട്രോ ഏതാണ്? മുംബൈ മെട്രോ. ദ ഫസ്റ്റ് മെട്രോ സ്റ്റാർട്ടഡ് ദ മൊബൈൽ ടിക്കറ്റിംഗ് സിസ്റ്റം. ആൻസർ മുംബൈ മെട്രോയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ഏതാണ്? ഡൽഹി മെട്രോയാണ്. ഫസ്റ്റ് ഗ്രീൻ മെട്രോ ഓഫ് ഇന്ത്യ. ആൻസർ ഡൽഹി മെട്രോ. അതുപോലെ പറയുകയാണെങ്കിൽ റേഡിയോ നിലയം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഏതാണ്? ലക്നൗ മെട്രോയാണ്. The first metro started the radio station in India. ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ നിലയം ആരംഭിച്ച മെട്രോ ഏതാണ്? ലക്നൗ മെട്രോയാണ്. ഇനി നമ്മൾ കൊച്ചി മെട്രോയെ കുറിച്ച് പറയുകയാണ്. കൊച്ചി മെട്രോ എന്ന് പറയുമ്പോൾ കൊച്ചി മെട്രോ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ 8ാമത്തെ മെട്രോയാണ്. ഏത് മെട്രോ? കൊച്ചി മെട്രോ. 8th മെട്രോ ഓഫ് ഇന്ത്യ. ആൻസർ കൊച്ചി മെട്രോ. 8th മെട്രോ ഓഫ് ഇന്ത്യ. ആൻസർ കൊച്ചി മെട്രോയാണ്. അതുപോലെ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ആരാണ്? ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എന്നാണെന്ന് ചോദിച്ചാൽ 2017 ജൂൺ 17 കൊച്ചി മെട്രോ വാസ് ഇനാഗുറേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ 2017 ജൂൺ 17. 2017 ജൂൺ 17 കൊച്ചി മെട്രോ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കൊച്ചി മെട്രോയുടെ സഹായിക്കുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഹെൽപ്പിംഗ് കൺട്രി ഓഫ് കൊച്ചി മെട്രോ. ആൻസർ ഫ്രാൻസ്. കൊച്ചി മെട്രോയെ സഹായിക്കുന്ന രാജ്യം അല്ലെങ്കിൽ കൊച്ചി മെട്രോയെ സഹായിച്ച രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കൊച്ചി മെട്രോ എവിടം മുതൽ എവിടം വരെയാണ്? കൊച്ചി മെട്രോ ആരംഭിച്ചപ്പോൾ ആലുവ മുതൽ പാലാരിവട്ടം വരെ. ആലുവ ടു പാലാരിവട്ടം. ആലുവ മുതൽ തൃപ്പൂണിത്തുറ ആലുവ ടു തൃപ്പൂണിത്തുറ. അതുപോലെ പറയുകയാണെങ്കിൽ കൊച്ചി മെട്രോയെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. കൊച്ചി മെട്രോയുടെ രൂപീകരണ സമയത്തുള്ള ചെയർമാൻ ആരായിരുന്നു? കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ ഏലിയാസ് ജോർജ് ആയിരുന്നു. വാസ് ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് കൊച്ചി മെട്രോ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഇനാഗുറേഷൻ ഓഫ് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന സമയത്തൊക്കെയുള്ള മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു ഡോക്ടർ ഏലിയാസ് ജോർജ് ആയിരുന്നു. കൊച്ചി മെട്രോയുടെ മുഖ്യ അഡ്വൈസർ ആരായിരുന്നു? ഇ ശ്രീധരനായിരുന്നു. ഇ ശ്രീധരൻ വാസ് ദ ചീഫ് അഡ്വൈസർ ഓഫ് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോയുടെ മുഖ്യ ഉപദേശകനായിരുന്നു ആര്? ഇ ശ്രീധരൻ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ ശ്രീധരനാണ് മെട്രോമാൻ എന്നറിയപ്പെടുന്നത്. ഈ ശ്രീധരൻ ഈസ് നോൺ ആസ് മെട്രോമാൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഈ ശ്രീധരനെയാണ്. അതുപോലെ തന്നെ കൊച്ചി മെട്രോയുടെ ഇപ്പോഴത്തെ തലവൻ ആരാണ്? ലോക്നാഥ് ബെഹ്റയാണ്. കൊച്ചി മെട്രോയുടെ ഇപ്പോഴത്തെ തലവൻ ലോക്നാഥ് ബെഹ്റ. പ്രസന്റ് ഹെഡ് ഓഫ് കൊച്ചി മെട്രോ
ആൻസർ ലോക്നാഥ് ബെഹ്റ. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു, കൊച്ചി മെട്രോയെക്കുറിച്ചും കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ദിവസങ്ങളെ അല്ലെങ്കിൽ ദിനങ്ങളെ നമ്മൾ തരംതിരിക്കാറുണ്ട്, ശരിയല്ലേ? നല്ല ദിനങ്ങൾ, മോശം ദിനങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ ദിനങ്ങളെ തരംതിരിക്കാറുണ്ട്. ചില ദിനങ്ങളെ നമ്മൾ വെറുക്കാറുമുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു ദിനത്തെയും വെറുക്കാൻ പാടില്ലെന്നാണ്. കാരണം നല്ല ദിനങ്ങൾ നമുക്ക് എന്ത് നൽകുന്നു? സന്തോഷങ്ങൾ നൽകുന്നു എന്നാണ്. എന്നാൽ ചില ദിനങ്ങൾ നമുക്ക് എന്തു നൽകുന്നു? ചില ദുരനുഭവങ്ങൾ നൽകുന്നു. ഈ ദുരനുഭവങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു? തിരിച്ചറിവുകൾ ലഭിക്കുന്നു. ഈ തിരിച്ചറിവുകൾ എന്താണ്? ജീവിതത്തിലെ ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഒരു ദിനത്തെയും നമ്മൾ വെറുക്കാൻ പാടില്ല. എല്ലാ ദിനത്തെയും നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ ദിവസത്തെയും നമ്മൾ എന്ത് ചെയ്യുക? ഹാർദമായി സ്വാഗതം ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം. ശാന്തമായി ഉറങ്ങാനും പുഞ്ചിരിയോടെ ഉണരുവാനും കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ലോകത്ത് എത്ര പേർക്ക് കഴിയും അങ്ങനെ ശാന്തമായിട്ട് ഉറങ്ങാനും പുഞ്ചിരിയോടെ ഉണരാനും ഒക്കെ? വിരളിൽ എണ്ണാവുന്നവർക്ക് പോലും അങ്ങനെ കഴിയുന്നില്ല, ശരിയല്ലേ? നമുക്ക് മനുഷ്യനാണ്. 100 കൂട്ടം സംഘർഷങ്ങളുടെ നടുവിലുമാണ് ജീവിതം. അപ്പം തിരക്കുകൾക്കിടയിൽ പലതരത്തിലുള്ള ടെൻഷൻസ് കാണും. ചിലർക്ക് ജോലി ടെൻഷൻസ് കാണും, ചിലർക്ക് മറ്റു പലതരത്തിലുള്ള ടെൻഷൻസ് കാണും. അപ്പോൾ ശാന്തമായിട്ടുറങ്ങാൻ പലർക്കും കഴിയുന്നില്ല. ശാന്തമായിട്ടുറങ്ങാനും പുഞ്ചിരിയോടെ ഉണരാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്? നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് കേട്ടോ. ജീവിതം എന്താണ്? ജീവിതം ഒന്നേ ഉള്ളൂ എന്നാണ്. ജീവിതം ഒന്നേ ഉള്ളൂ. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കയ്പേറിയ അനുഭവങ്ങൾ നിറച്ച ജീവിതത്തെ എന്താക്കരുത്? ജീവിതത്തെ കയ്പുള്ളതാക്കി മാറ്റരുത്. നമ്മൾ എന്ത് ചെയ്യുക? ജീവിതത്തെ എപ്പോഴും മധുരമുള്ളതാക്കി തീർക്കുക. ജീവിതം എന്ന് പറഞ്ഞാൽ ഏത് ദുരനുഭവങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുക? സന്തോഷങ്ങൾ കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കുക. ഒരു കാര്യം ഞാൻ വീണ്ടും നിങ്ങളെ ഉറപ്പെടുത്തുകയാണ്, നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ തിന്മയുടെ മാർഗം സ്വീകരിക്കാൻ പാടില്ല. എപ്പോഴും നല്ലത് മാത്രമേ ചെയ്യുവാനും നല്ലത് മാത്രമേ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പാടുള്ളൂ. അത് വേറെ കാര്യം കേട്ടോ. നമ്മൾ നന്മയുടെ പാതയിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ, നമ്മൾ ജീവിക്കുന്നത് നന്മയുടെ പാതയിലാണ്, അല്ലെങ്കിൽ നല്ലത് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ മറ്റൊരാളോടുള്ള ദ്രോഹചിന്ത ഇല്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് ദുരനുഭവങ്ങളിലും നമുക്ക് അനുകൂലമായ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയുമെന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ദിനത്തെ നമ്മൾ തരംതിരിച്ച് കാണാൻ പാടില്ല. എല്ലാ ദിവസങ്ങളും എന്താണ്? ഒരേപോലെയാണ്. നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഞായറാഴ്ചയോട് ഭയങ്കര സ്നേഹം ഇഷ്ടമായിരിക്കും. എന്തുകൊണ്ടാണ്? ഞായറാഴ്ച നമ്മൾ പൊതുവെ ജോലിക്കൊന്നും പോകേണ്ട ദിവസമായിരിക്കും. അപ്പം നമുക്ക് ഞായറാഴ്ചയോട് പ്രത്യേക ഇഷ്ടം ഉണ്ടായിരിക്കും. അത് തിങ്കളാഴ്ചയോട് ഇഷ്ടം കാണത്തില്ല. എന്തുകൊണ്ടാണ്? തിങ്കളാഴ്ച എല്ലാവരും ജോലിക്കും വേലയ്ക്കൊക്കെ പോകേണ്ട ദിവസമാണ്. അപ്പം നമുക്ക് ഞായറാഴ്ചയോടുള്ളൊരു താല്പര്യം എന്ത് കാണത്തില്ല? തിങ്കളാഴ്ചയോട് കാണത്തില്ല. പക്ഷെ അങ്ങനെ ആവരുത്. എല്ലാ ദിനങ്ങളും എന്താണ്? ഒരുപോലെയാണ് കേട്ടോ. പെട്ടെന്ന് കറണ്ട് പോയി കേട്ടോ. ഒരു തൽക്കാലം നിർത്തുവാണ് ഇവിടെ വീഡിയോ. ഞാൻ ഇന്നിവിടെ വന്നത് പുതിയ മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വീഡിയോ കാണുന്നവരെന്ത് തുടർച്ചയായിട്ട് കാണുക.